ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അറിയാലോ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് വിഷു ആണ്. സോ ഇന്നൊരു വിഷു വ്ളോഗായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനോടും ഒരു ഹാപ്പി വിഷു. എല്ലാവരും വിഷുവൊക്കെ അടിച്ച് പൊളിച്ചങ്ങോട്ട് ആഘോഷിക്കുക, പടക്കമൊക്കെ പൊട്ടിച്ചിട്ട്. ഇപ്രാവശ്യം ഇനി ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് വിഷു ആഘോഷിക്കാൻ പറ്റാത്തവരോട് അടുത്ത കൊല്ലം നിങ്ങൾ അടിപൊളിയായിട്ട് വിഷു ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ കുളിച്ച് ഫ്രഷായി. എൻ്റെ ആദ്യത്തെ വിഷുക്കൂടി ഞാൻ വെയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്ലാക്ക് കളർ കോട്ടണിൽ വന്നൊരു ഫ്രോക്കാണ്. ഇതെനിക്ക് വിച്ചു വാങ്ങി തന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞത് ഞാനൊരു പ്രൊമോഷൻ ഷൂട്ടിന് പോയപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ തന്നെ വിച്ചുവിട്ട് പറഞ്ഞു, വിച്ചു ഈ ഒരു ഫ്രോക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടെന്ന്. അപ്പോൾ തന്നെ വിച്ചു എനിക്ക് വിഷു കൈനീട്ടം തന്നു. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫ്രോക്ക് വാങ്ങി. ഇതിപ്പോൾ ഞാൻ ഇന്ന് വീട്ടിലിടാന്ന്, അതായത് കോട്ടൻ്റെ ഫ്രോക്കാണ്. എനിക്ക് നല്ല സുഖമാണ്. ഇന്ന് വീട്ടിൽ കുറച്ചധികം പണികളുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിൽ ഇതിട്ടിട്ട് ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി വേറെയും വിഷുക്കോടികളുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ഒരു വിഷുക്കോടി ഇടും. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വേറെ വിഷുക്കോടി ഇടും. അപ്പോൾ എല്ലാ വിഷുക്കോടികളും ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. യെസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി മെയിനായിട്ട് രാവിലെ ഇപ്പോൾ എണീറ്റു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇടിയപ്പാണ്, നൂലപ്പാണ്, അതുപോലെ തന്നെ നാളികേരപ്പാലും. അപ്പോൾ അത് കഴിക്കണം. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോകണം. ഗുരുവായൂർ അമ്പലത്തിൽ പോകണ്ടേ, കണ്ണനെ കാണണ്ടേ. അപ്പോൾ അമ്പലത്തിൽ പോകണം. അതിന് ശേഷം പിന്നെ സദ്യയുടെ പണികളാണ്. ഇന്ന് നമ്മുടെ വിച്ചുവിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷുവാണ്. പക്ഷെ വിച്ചു ഇല്ല. അതൊരു മിസ്സിങ് ആണ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. കാരണം ചിലപ്പോൾ ഇനി അടുത്ത കൊല്ലം ഞങ്ങൾക്ക് ഒരുമിച്ച് വിഷു ആഘോഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നോക്കാം എന്തായാലും. അപ്പോൾ യെസ്. അപ്പോൾ ഇനി സദ്യയുടെ പണികൾ നോക്കണം. അതിന് ശേഷം പിന്നെ ഞാൻ സദ്യയൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് പ്ലാനും കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ ഇവിടെയാണെങ്കിൽ വിച്ചുവിൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് സദ്യ കഴിക്കുന്നത്. എല്ലാവരും ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിന്ന് എൻ്റെ ഡ്രസ്സ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഡ്രസ്സാണ് കേട്ടോ. അത് നല്ല കോട്ടണിൽ വരുന്നൊരു ഫ്രോക്കാണ്. ബ്ലാക്കിൽ റെഡ് ഫ്ലവറൊക്കെ ആയിട്ട് ഡ്രസ്സ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫസ്റ്റത്തെ വിഷുക്കോടി. നല്ല കോട്ടണിൽ വരുന്നൊരു ഫ്രോക്കാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസം കേട്ടോ അത് കാണാനായിട്ട്. ജെറ്റ് ബ്ലാക്കാണ്. അതിൽ ഒരു മെറൂൺ റെഡ് കളർ ഫ്ലവറൊക്കെ വരുന്ന ഒരു അടിപൊളി ഫ്രോക്ക്. പ്രത്യേകിച്ച് ഇത് കോട്ടനാണ്. ഞാനൊരു കോട്ടൺ ലവറാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് എന്തോ ഭയങ്കര സുഖം. അതുപോലെ തന്നെ നല്ല ഇഷ്ടമായിട്ടോ നല്ല രസമുള്ളൊരു ഡ്രസ്സാണ്. യെസ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് വീട്ടിലുള്ളത്. അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ വേറെ ഡ്രസ്സ് ഇടും. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ വിച്ചുവിൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ വേറെ വിഷുക്കൂടി ഇടും. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം വിഷുക്കൂടി ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷുവായ കാരണം നെക്സ്റ്റ് വിഷുവിന് ഇതൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഓരോ ഡ്രസ്സായിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ എന്തായാലും നമുക്കൊന്ന് താഴെ പോവാം. അതിന് മുൻപായിട്ട് തലേ ദിവസത്തെ കുറച്ച് കലാപരിപാടികൾ കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വിഷുക്കണി ഒരുക്കിയായിരുന്നു കേട്ടോ. ഞാനാണ് ഇപ്രാവശ്യം ഇവിടെ വീട്ടിലെ കണി ഒരുക്കിയത്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഞാനാണെങ്കിൽ കണി കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, ഫോട്ടോ ആണ് എടുത്തത്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തലേ ദിവസം നൈറ്റ് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 12-1 മണി വരെ നമ്മൾ പടക്കം പൊട്ടിച്ചു കേട്ടോ. കാരണം അരിക്കുട്ടൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചു. വിച്ചുവിനെ വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാം കാണിച്ചു കൊടുത്തു കേട്ടോ. നമ്മളാണെങ്കിൽ ഒരു മാർച്ച് പകുതിയൊക്കെ ആകുമ്പോഴേക്കും പടക്കം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നമ്മൾ കുറച്ചായിട്ട് പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വിഷു ആകുമ്പോഴേക്കും കുറേയൊക്കെ പടക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം വീണ്ടും നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് പടക്കം. കുറേ അധികം പടക്കം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഗുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേലെ പോയി പൊട്ടണ കുറേ പടക്കം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിതാ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പടക്കം വാണം എന്നാണ് അതിൻ്റെ പേര്. അതിങ്ങനെ വേറൊരു വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ടോ. ശരിക്കും നമ്മൾ പറഞ്ഞാൽ എല്ലാവരും ടെൻഷനായി. കാരണം അത് വേറൊരു വീട്ടിലെ കാർ പോച്ചയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛനാണ് അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ പടക്കം. ഞങ്ങളെല്ലാവരും പേടിച്ചു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സേഫായിരുന്നു എല്ലാവരും. പിന്നെ നമ്മളിതാ മേശപ്പൂ, മാലപ്പടക്കം, മോലപ്പടക്കം, അതുപോലെ തന്നെ കമ്പിത്തിരി, മത്താപ്പ്, പിന്നെ കുറേയധികം വെറൈറ്റി പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ മാലപ്പടക്കവും ഓലപ്പടക്കമൊക്കെ പൊട്ടിച്ചു കേട്ടോ. ഇപ്രാവശ്യം സാധാരണ അങ്ങനെ പൊട്ടിക്കാറില്ല, എന്തോ ഇപ്രാവശ്യം കുറേ അങ്ങോട്ട് പൊട്ടിച്ചു ഞാൻ. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മൾ കണിയൊക്കെ കണ്ടു കേട്ടോ. ഇതാണ് കണി. നല്ല രസമുണ്ടായിരുന്നിട്ട് എനിക്കിഷ്ടം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കണി ഒരുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ പോകാണ് കേട്ടോ. അപ്പോൾ അവിടെ അമ്മ അടുക്കളയിൽ എന്തൊക്കെയോ കാര്യമായിട്ട് പണിയെടുക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ അടുക്കളയിലൊക്കെ പോയി നോക്കി വന്നു. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. നോർമലി ഇപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ആണെങ്കിൽ പുട്ട്, അതുപോലെ തന്നെ ചപ്പാത്തി, ഇടിയപ്പൊക്കെ ആണെങ്കിൽ അമ്മ അതൊക്കെ ഉണ്ടാക്കും. കറികളൊക്കെ ഞാനാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് കറി ഇല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അധികം പണി ഉണ്ടായിരുന്നില്ല രാവിലെ. ഇന്ന് നാളികേരപ്പാലായിരുന്നു. അപ്പോൾ അതിപ്പോൾ അമ്മ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഉമ്മറത്തൊക്കെ പോയി മുടിയൊക്കെ ഉണക്കി. ഇപ്പോൾ വീട്ടിലുള്ള പോലെ ഇവിടെയും ഉമ്മറത്ത് വന്നിരുന്ന കുഞ്ഞ് ഫാൻ്റെ അടിയിൽ നിന്നിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഉണക്കും കേട്ടോ. ഇതാകുമ്പോൾ
പെട്ടെന്ന് ഉണങ്ങി കിട്ടും. എപ്പോഴും ഇങ്ങനെ ഹെയർ ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ. ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നില്ല, കാരണം ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉത്സവ സമയത്ത് എന്നും തല നനയ്ക്കണ ഞാൻ എപ്പോഴും ഹെയർ ഡ്രയർ യൂസ് ചെയ്യും കേട്ടോ. കൈ വെട്ടില്ല യൂസ് ചെയ്യുന്നില്ല. അമ്മ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഹോർലിക്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കാര്യമായിട്ടൊന്നും അധികം പണിയെടുത്തിട്ടില്ല. സാധാരണ എനിക്ക് എന്തെങ്കിലും ഉപ്പേരി, അതുപോലെ തന്നെ എനിക്ക് വർക്കിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട കറി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് അധികം പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കുറേയൊക്കെ അമ്മ തന്നെ ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ വലിയമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം എന്താ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എന്താ പറയുക വ്യൂസൊക്കെ കിട്ടിയ വീഡിയോ ആണ് കേട്ടോ ഗെറ്റ് റെഡി വിത്ത് മീ. അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു മേക്കപ്പ് ചെയ്തതാണ് കേട്ടോ, ഒരു സിമ്പിൾ മേക്കപ്പ്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലൗസ്, പിന്നെ എൻ്റെ സാരി, അടിപൊളി സാരിയാണ് ബ്ലൗസ്. പിന്നെ വേറൊരു സാരിയുടെ ബ്ലൗസാണ് കേട്ടോ. പിന്നെ എൻ്റെ ഗോൾഡ് ചെയിനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുപ്പികളിട്ടു, കൊട്ടക്കമ്മിലിട്ടു. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു. എൻ്റെ അച്ഛനും അമ്മേനെയും ഒക്കെ കണ്ടു കേട്ടോ. ഗുരുവായൂരപ്പനൊക്കെ കണ്ടു. കുറച്ചധികം പേരെ നമ്മൾ കണ്ടു കേട്ടോ, അറിയണ ആൾക്കാരെ. അതിനുശേഷം നമ്മളിതാ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇതാ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അമ്മേനെയും അച്ഛനെയും ചേച്ചീനെയും അതുപോലെ തന്നെ മനാൻ്റെ ഫാമിലിനെയും പിന്നെ എൻ്റെ കുറച്ച് കസിൻസിനെയും എൻ്റെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഞാൻ കണ്ടു. വളരെയധികം സന്തോഷം. അങ്ങനെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഡ്രസ്സൊക്കെ മാറി കിച്ചണിലോട്ട് കയറണം. സദ്യയുടെ പരിപാടികൾ എന്തെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ കയറണം. കാരണം എനിക്ക് ഉണ്ടാക്കാൻ വെജിറ്റബിൾ കറീസ് അങ്ങനെ വലിയ എനിക്ക് അറിവില്ല. പ്രത്യേകിച്ച് സദ്യയുടെ കാര്യം എനിക്കൊന്നും അറിയില്ല. എന്തായാലും ഞാൻ എന്തെങ്കിലും സഹായിക്കാനുണ്ടോ എന്ന് പോയി നോക്കി നോക്കട്ടെ. വലിയമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കിച്ചുവിൻ്റെ നിങ്ങൾക്ക് അതോടൊക്കെ തുറന്നിട്ടേക്കുകയാണല്ലേ. ഓക്കെ, വേഗം എന്തായാലും ഡ്രസ്സ് മാറിയിട്ട് കിച്ചണിലോട്ട് പോകണം. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു പുതിയ സാരിയുടെ ബ്ലൗസാണ്. ആ സാരി ഞാൻ ഇതുവരെ വെയർ ചെയ്തിട്ടില്ല. കുറച്ച് ടൈറ്റായിട്ടോ കല്യാണത്തിന് മുന്നേ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണ ഒരു സാരിയാണ്. ബ്ലൗസ് എനിക്ക് നല്ല ഇഷ്ടമുള്ള ബ്ലൗസാണ്. ബാക്കിലൊരു ഡീപ്പ് റൗണ്ടൊക്കെ, ഡീപ്പ് റൗണ്ട് അല്ല, ഒരു ഓവൽ ഷേപ്പൊക്കെ ഉണ്ട് കേട്ടോ. നെക്കായാലും ഇവിടെ ഒരു ഹൈ നെക്കാണ്, ഇവിടെ കുറച്ച് വൈഡാണ്, അങ്ങനത്തെ നെക്ക്. പിന്നെ സാരി നമ്മുടെ ഓൺ ബ്രാൻഡിലെ സാരിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് താഴെ പോട്ടെ. സദ്യ കഴിക്കാൻ ഇരുന്ന് തുടങ്ങിയിട്ട് എല്ലാവരും. അപ്പോൾ ആദ്യം വല്യച്ഛനും അതുപോലെ തന്നെ വല്യച്ഛൻ്റെ മോനും പിന്നെ അരിക്കുട്ടനും അച്ഛനും വാമിയൊക്കെ ഇരുന്നു. പിന്നെ അതിനിടയിൽ നമ്മൾ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു. പിന്നെ ഞങ്ങളിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ വാമി ഞാനും കൂടി കളിക്കായിരുന്നിട്ട് വാമിക്ക് ഈ ബാസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത് നമ്മൾ എന്താ പറയുക, യൂസ് ചെയ്ത ഡ്രസ്സ് ഇടുന്ന ബാസ്ക്കറ്റാണ്, വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോകാൻ ഇടുന്ന ബാസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ വാമീനെ കറക്റ്റ് കൊള്ളുമായിരുന്നു. അപ്പോൾ അതിലിരുത്തി കുറച്ചൊരു മമ്മീനെ കളിച്ചു. അതിനുശേഷം പിന്നെ അമ്മയും മാമിയും കൂടിയിട്ട് ബബിൾസൊക്കെ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആൽബം കിട്ടിയിട്ടുണ്ട് കേട്ടോ, വിച്ചുവിൻ്റെ ഫാമിലിയുടെ ആൽബം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം കണ്ടു, പടക്കമൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ സമയം ഏകദേശം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, ചെറുതായിട്ട് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു, ലിപ്പ് ഓയിലാണ്, പിന്നെ കമ്മലൊക്കെ ഇട്ടു. ഇതാണ് എൻ്റെ നെക്സ്റ്റ് വിഷുക്കോടി, 3ാമത്തെ കേട്ടോ. ഇനിയുണ്ട്, ഞാൻ കാണിക്കാം. ഈ ഒരു വ്ളോഗ് ചിലപ്പോൾ ഇന്നത്തെയും നാളത്തെയും കൂടെ വ്ളോഗായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നത്തത് മാത്രം വ്ളോഗായിരിക്കും, എന്താണെന്നറിയില്ല. നമുക്ക് നോക്കി നോക്കാം എന്തായാലും. എൻ്റെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ വാങ്ങിയതല്ല, എനിക്ക് അച്ഛനും അമ്മയും വിഷുക്കൂടി തന്നതാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു കുർത്തിയും അതുപോലെ തന്നെ ഒരു പാൻറ്റാണ്. പാൻറ്റ് താഴത്ത് ഇങ്ങനെ പട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ ഒരു ടൈപ്പ് പാൻറ്റാണ്, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. സൂപ്പർ പാൻറ്റാണ്, നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട്. പിന്നെ ഇതാ താഴെ വാമിയുണ്ട് കേട്ടോ, കംഫർട്ടാണ്. പിന്നെ കൊള്ളാം, നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഡ്രസ്സ് കാണിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ ആ ഒരു കുർത്തിയും അതുപോലെ തന്നെ പാൻറ്റും. കണ്ടോ പാൻറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? പണ്ടത്തെ ആ ഒരു ടൈപ്പ് പാൻറ്റാണ് കേട്ടോ. താഴത്ത് പട്ടയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് അധികം കയറ്റിയിട്ടിട്ടുണ്ട് പാൻറ്റ്, എനിക്ക് എന്തോ അങ്ങനെ ഇടാൻ തോന്നി. നെക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, ഫുൾ കോളറായിട്ട്. കൊള്ളാമല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. വാം ഇവിടെ ട്രൈപോഡ് സ്റ്റാൻഡിൽ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഞാൻ ഓൾറെഡി ഇവിടെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ വിഷുക്കോടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മുന്നേ കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ അന്ന് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നത് ആ കുക്കുവിനെയും കളിപ്പിച്ച് കുറച്ച് നേരമായിട്ടിരുന്നു. നോക്കടെ വീട്ടിൽ വന്ന് രാത്രിത്തെ ഡിന്നറും കഴിഞ്ഞു. ഉച്ചത്തെ സദ്യയുടെ ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു കേട്ടോ. നോർമലി അങ്ങനെ തന്നെയാണ് നമ്മൾ ഓണത്തിനായാലും വിഷുവിനൊക്കെ ആയാലും ഉച്ചത്തെ സദ്യയുടെ ബാലൻസ് തന്നെ രാത്രി കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ റെഡി ആയിട്ട് നിൽക്കുകയാണ്. വീണ്ടും എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൂവി കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷം, കുറേ കാലമല്ല, ഫസ്റ്റ് ടൈം ആണെന്ന് തന്നെ പറയാം, നമ്മൾ ഒരു റിലീസ് ഡേ തന്നെ ഒരു മൂവി കാണാൻ വേണ്ടി പോണത്. ഇന്ന് റിലീസ് ചെയ്ത മൂവി ഇന്ന് തന്നെ കാണാൻ വേണ്ടി പോണത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കാം. നമ്മളങ്ങനെ ഒരു മൂവി ഫാൻ അല്ല ആരും, പക്ഷേ ഇന്നെന്തോ എല്ലാവരും കൂടിയിട്ട് ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ പള്ളിച്ചട്ടമ്പിയാണ് കാണാൻ വേണ്ടി പോണത്, അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നു കേട്ടോ. കറക്റ്റ് വിളിച്ചട്ടമ്മ തന്നെയായിരിക്കും. ടൊവിനോയുടെ ആ ഒരു മൂവിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഭയങ്കര പാട്ടൊക്കെ ഭയങ്കര എന്താ പറയുക, ട്രെൻഡിങ്ങിന് പോകുന്ന പാട്ടാണല്ലോ. സോ നമ്മൾ ആ ഒരു മൂവി കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. സെക്കൻഡ് ഷോ ആണ് ബുക്ക് ചെയ്തത് 9 o'clock. കാരണം ഞാൻ ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഞാനും ചേച്ചി ആയാലും.
എത്തി. നമ്മൾ കുറച്ച് സംസാരിച്ച് പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. കുക്കുനെ വന്ന് കൂട്ടിലൊക്കെ കിടത്തിയിട്ട് വേണം നമുക്കിനി മൂവിക്ക് വേണ്ടി പോകാനായിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 8:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 8:30 സോറി 7:30 കഴിഞ്ഞിട്ടുണ്ട്. 8:15 നമ്മൾ ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്യണം. 9 മണിക്കാണ് ഷോ. ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. എന്നാൽ കൂടി ഞാൻ എല്ലായ്പ്പോഴും നേരത്തെ പോകാറുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും പിടിച്ചിട്ട് നേരത്തെ കൊണ്ടുപോകാറുണ്ട്. എനിക്ക് തുടക്കത്തിൽ എന്നെ എല്ലാം കാണണം. എനിക്കിങ്ങനെ മിസ്സായിട്ട് കാണണമെന്നൊന്നും തീരെ താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ സെയിം ഡ്രസ്സ് തന്നെയാണ് ഇട്ടേക്കുന്നത്. അച്ഛനമ്മി എനിക്ക് വിഷുവിന് മേടിച്ച് തന്ന ഈ ഡ്രസ്സ് തന്നെയാണ്. ഇന്ന് നമുക്ക് വേറൊരു വിഷുക്കോടിയും കൂടി കിട്ടി. ചേച്ചി വിഷുക്കോടി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ വിഷുക്കോടികളും നിങ്ങളെ ചിലപ്പോൾ ഞാനൊരു മിനി ഷോർട്സിൽ ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്ളോഗിൽ കാണിക്കാം. കാരണം ഇനി ഡ്രസ്സ് ബാലൻസ് ആണ്. അതായത് അവിടുത്തെ അച്ഛനമ്മി മേടിച്ച ഒരു ഡ്രസ്സുണ്ട്, പിന്നെ എനിക്ക് വേണ്ടി മേടിച്ച ഒരു 2 ഡ്രസ്സിൽ ഒരു ഡ്രസ്സുണ്ട്. ഒന്ന് സാരി ആയിരുന്നു, പിന്നെ ചേച്ചി തന്ന ഡ്രസ്സുണ്ട്. മൊത്തം 6-7 ഡ്രസ്സ് അങ്ങനെയാണ് എനിക്ക് ഇപ്രാവശ്യം വിഷുവിന് കിട്ടിയേക്കണത്. അമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതാ മൂവി കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. പള്ളിച്ചട്ടമ്പി മൂവിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പോണത്. ഞാൻ എൻ്റെ ഹെയർ എങ്ങനെയാണ് കെട്ടിയതൊന്നും എനിക്ക് വലിയ ഇതുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ക്യാമറ നോക്കുമ്പോൾ ദൈവം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഹെയർ കെട്ടി വെച്ചേക്കണേന്ന്. അപ്പോൾ തന്നെ ഞാൻ ക്രാബ് ഊരി കേട്ടോ. കാരണം ഞാൻ വീട്ടിൽ നിൽക്കുന്ന പോലെയാണ് ഹെയർ കെട്ടി വെച്ച് ഇരിക്കുന്നുണ്ടായിരുന്നത്. വേഗം ക്രാബൊക്കെ ഊരി ഞാൻ പിന്നെ ഹെയറൊക്കെ നല്ല രീതിക്ക് കെട്ടി വെച്ചു കേട്ടോ. കാരണം അഴിച്ചിടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ അഴിച്ചിടുന്ന ഒരാളല്ല എപ്പോഴും. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അഴിച്ചിടുന്നല്ലാണ്ട് ഇങ്ങനെ ഫുൾ ടൈം അഴിച്ചിടാൻ എനിക്ക് ഒട്ടും പറ്റില്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. പിന്നെ ചൂടുമാണ്. അങ്ങനെ നമ്മൾ ആ തിയേറ്ററിലെത്തി. നമ്മളൊരു ലേസിൻ്റെ എന്തോ സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചീസ് ബോളൊക്കെ മേടിച്ചു. മൂവി തുടങ്ങി. ഈ ഒരു സോങ് എത്തിയപ്പോൾ ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഭയങ്കര നോയ്സൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര വിസിലടിക്കൽ മുകളിലൊക്കെ ആയിരുന്നു. കുഴപ്പമില്ലാത്തൊരു മൂവി ആയിരുന്നു. മൂവി കണ്ടിറങ്ങി നമ്മളിതാ വിച്ചുവിൻ്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ വന്നു കേട്ടോ പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട്. ഇത് വിഷു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് വിച്ചുവിൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇന്നലെ നൈറ്റ് ഇങ്ങോട്ട് വന്നു കേട്ടോ. മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നു. കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇതെൻ്റെ വേറെ ഒരു വിഷുക്കോടി തന്നെ പറയാം. വിച്ചു എടുത്തെന്താണ് കേട്ടോ. ഒരു കുർത്തയാണ്, നല്ല ഭംഗിയുള്ള ഒരു കുർത്ത. സെയിം വിച്ചുവിൻ്റെ അമ്മയ്ക്ക് ഇത് തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ അധികം അങ്ങോട്ട് ഷേപ്പ് ആക്കിയില്ല കേട്ടോ. എനിക്ക് എന്തോ ലൂസിലിടാൻ തോന്നിയിട്ട് ഇത്രയും ലൂസാണ് എനിക്ക്. പക്ഷെ എനിക്കിഷ്ടമായി. നല്ല കളറിൻ്റെ അടുത്ത് ഇല്ലാത്തൊരു കളർ കുർത്തയാണ്. യെസ്. അപ്പോൾ ഇനിയിപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകാനാണ്. സാധാരണ വിഷുവിൻ്റെ അന്ന് നമ്മൾ ഈവനിങ് അമ്മയുടെ വീട്ടിൽ പോകാറുണ്ട്. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ കാരണം വിഷുവിൻ്റെ അന്ന് ഈവനിങ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസമാണ് അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ കസിൻസൊക്കെ വന്നിട്ടുണ്ട്. സോ അങ്ങോട്ട് പോകണം. എൻ്റെ ഫോണിൻ്റെ കേസ് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. കുറച്ചായി ഈ ഒരു കേസ് വന്നിട്ട്, പക്ഷെ ഞാൻ ഇടാണ്ടിരിക്കുകയായിരുന്നു. ഇതിന് എന്താ ഇങ്ങനെ ബാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി സാധനമാണ്. എനിക്കിഷ്ടമായി. കുറച്ച് പൂക്കി ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ കാര്യമായിട്ടൊന്നും റെഡി ആയിട്ടില്ല. സിന്ദൂരം തൊട്ടു, അതുപോലെ തന്നെ ലിപ് ഓയിൽ അപ്ലൈ ചെയ്തു. അത്രേ ഉള്ളൂ. കാരണം വീട്ടിലേക്കല്ലേ പോകണേ. അപ്പോൾ പിന്നെ അധികമൊന്നും ചെയ്തില്ല കേട്ടോ. സോ നമുക്ക് അങ്ങനെ ഞങ്ങളിതാ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പന്നശ്ശേരിക്ക് അമ്മയും കൊക്കും അച്ഛനും കൂടി ഉണ്ട് കേട്ടോ. ചേച്ചി ബാക്കിൽ സ്കൂട്ടിയിൽ വരുന്നുണ്ട്. ചേച്ചിക്ക് 1-2 ആവശ്യത്തിന് ചേച്ചി ബാങ്കിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, എനിക്ക് അത്യാവശ്യം നല്ല ഡാർക്ക് സർക്കിൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കുറയ്ക്കണം. ഉറക്കമൊക്കെ ശരിയാണ്, പിന്നെ എന്താ ഡാർക്ക് സർക്കിൾ വരണേന്ന് അറിയില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഇവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്ന ചിക്കൻ ബിരിയാണിയാണ്. ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിച്ച് കൊടുത്തു. കുക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടി കഴിച്ചിട്ട്, ചെറിയമ്മയ്ക്കും സ്നേഹിക്കും ലാസ്റ്റ് ടൈം അപ്പോൾ വരാൻ പറ്റിയില്ല. കാരണം സ്നേഹിക്ക് ചെറിയൊരു വയ്യായ വന്നു. ഡോക്ടറെ അടുത്തൊക്കെ പോകേണ്ട വന്ന കാരണം പല്ലുവേദനയാണ് കേട്ടോ. അപ്പോൾ ചെറിയമ്മയും സ്നേഹിയും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം തറവാട്ടിൽ പോയി അവിടെ വിഷ് കഴിഞ്ഞിട്ടും കൊടുത്തു പിള്ളേർക്കൊക്കെ. പിന്നെ കുറച്ച് നേരം ഷീറ്റൊക്കെ കളിച്ചു. തിരിച്ചു വന്നതാണ്. ഞാൻ മേല് കഴുകി ഡ്രസ്സ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ അടുത്ത വിഷുക്കോടി എന്ന് പറയാം. അടുത്ത ഡ്രസ്സാണ് ഇത്. ഞാൻ തന്നെ വാങ്ങി കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. ഇത് ട്രെൻഡ്സിൽ പോയപ്പോൾ കൂപ്പണിൽ എത്രയോ ഒരു എമൗണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടോപ്പ് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ബോട്ടം പെയർ ചെയ്തെടുക്കുന്നത് ഒരു മെറൂൺ കളർ ഒരു ട്രൗസർ പാൻറ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കീയും എൻ്റെ ബാഗൊക്കെ എടുത്ത് ഞാൻ തിരിച്ച് വിച്ചുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവർ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഇന്ന് നമ്മൾ വിച്ചുവിൻ്റെ ഫാമിലിയിൽ നിന്ന് നമ്മൾ എക്സിബിഷൻ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ തൃശ്ശൂർക്ക് പോവാണ് എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും ഹരിക്കുട്ടനും അതുപോലെ തന്നെ വിച്ചുവിൻ്റെ വല്യമ്മയും
പിന്നെ കസിൻ്റെ വൈഫും കുട്ടി എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഈ കാറിലാണ് പോണത്. നമ്മളിന്ന് കാർ ഫുള്ളായിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ പോകാറുണ്ട് കേട്ടോ, കോഴിക്കോടൊക്കെ പോകാറുണ്ട് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഞാനാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഹരിക്കുട്ടൻ വരും. അപ്പോൾ കുറച്ച് ഹരിക്കുട്ടൻ ഓടിക്കും, കുറച്ച് ഞാനും ഓടിക്കും. മാറി ഓടിക്കാനുള്ള പ്ലാനാണ്. എന്താണെന്നറിയില്ല, ബ്ലോക്ക് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. കാരണം തൃശ്ശൂർ ഇപ്പോൾ എക്സിബിഷനാണ്, ഉത്സവമൊക്കെ പൂരൊക്കെ ആയി, പിന്നെ ചമയം തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കൊണ്ട് ബ്ലോക്ക് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കി നോക്കാം എന്തായാലും. ഞാൻ എൻ്റെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഫുള്ള് പുതിയതാണ് കേട്ടോ. രാവിലെ പുതിയത്, ഇന്ന് ഇപ്പത് പുതിയത്, ഇന്നലെയും പുതിയത് തന്നെയായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു 1-2 വിഷുക്കോടികൾ ഇനിയും ഇടാനുണ്ട് പുതിയത്. നാളെ എന്തായാലും ഇട്ടില്ല, കാരണം അത് കുറച്ച് നല്ല ഡ്രസ്സാണ്. എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഇടാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട്. എൻ്റെ ഇൻസൈറ്റിൻ്റെ ഐലൈനറാണ്, ഒരു ഗ്ലേസിങ് ഉള്ളൊരു ഐലൈനറാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് മെബ്ലൈൻ്റെ ഏതോ ഒരു ഷെയ്ഡാണ്. എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. ഞാനിതിൻ്റെ കൂടെ മെറൂൺ കളർ ട്രൗസറാണ് കേട്ടോ പെയർ ചെയ്തേക്കുന്നത്. മെറൂൺ ഓൾറെഡി ഉള്ള കാരണം അങ്ങനെ പോകാൻ. ഇപ്പോൾ അങ്ങനെ ഇതാ ഞാനും അമ്മയും കയറിയിട്ടുണ്ട്. അച്ഛൻ എന്താ റെഡി ആയിട്ട് വരുന്നുള്ളൂ. ഇതാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വിഷുക്കോടി ഇട്ട്. ഇന്ന് 2 അമ്മമാരും ഞാൻ കൊടുത്ത വിഷുക്കോടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പോൾ ഇതാ വാമി വന്നിട്ടുണ്ട്, പിന്നെ വല്യമ്മ വന്നു, അഖിലേച്ചി വന്നു, എല്ലാവരും വന്നു. അച്ഛൻ എന്താ പുറത്തിരുന്നിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട് ആരോടോ. പിന്നെ നമ്മൾ അരിക്കുട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അരിക്കുട്ടൻ വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അരിക്കുട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനാണ് ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചിലപ്പോൾ റിട്ടേൺ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ നൈറ്റ് അങ്ങനെ ഒറ്റയ്ക്ക് ഓടിക്കാൻ എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും കേട്ടോ ചില സമയത്ത്. അപ്പോൾ ഹരിക്കുട്ടനുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ ഈ ഒരു ബസ് കണ്ടു കേട്ടോ. ഈ ഒരു ബസ് നമ്മുടെ നാട്ടിൽ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ പുറത്തൊക്കെ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോഴേക്കും നമ്മളിത് ആ എക്സിബിഷൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടിക്കറ്റ് പ്രൈസ് വരുന്നത് 50 റുപ്പീസ് അങ്ങനെ തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാർ പാർക്കിങ്ങിന് എന്തായാലും 50 റുപ്പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ എന്തോ അവർ കാർഡ് എന്തോ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുമായിരുന്നു. അങ്ങനെ നമ്മളിതാ ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കുറേ പേരിങ്ങനെ എന്തിൻ്റെയൊക്കെയോ ബ്രോഷറും കാര്യങ്ങളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയ പാടെ തന്നെ എല്ലാ വട്ടത്തെയും പോലെ ബെഡ്ഷീറ്റ്, കുഷ്യൻസ്, തലോണ കവർ, തലോണ അങ്ങനത്തെ ഒരു സെക്ഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ക്രോക്കറി ഐറ്റംസ്, പിന്നെ കുറേ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അറിയാമല്ലോ എക്സിബിഷൻ എങ്ങനെയാണ് ഒതുക്കുന്നത്. ഒരേപോലെ തന്നെയാണ് എല്ലായിടത്തും, ഒരേ സ്റ്റോൾ പോലെ തന്നെയാണ് കേട്ടോ. മുൻപത്തെ വട്ടം പോലെ ഇങ്ങനെ സെയിം ആ ഒരു ഇതിൽ തന്നെയാണ് ഇപ്രാവശ്യം പോയേക്കുന്നത്. നമ്മൾ കുറച്ച് കത്തി വാങ്ങിയിട്ടോ. ഈ ഒരു കത്തി വാങ്ങിയിട്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഈ കത്തി കൊണ്ട് ഞാൻ വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ മുറിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിരുന്ന് വോയിസ് ഓവർ ചെയ്യണത്. നല്ല ഷാർപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഭരണി വാങ്ങിയിട്ടോ. കുറച്ചായി ഒരു ഭരണി പോലത്തെ സംഭവം വാങ്ങുമെന്ന് വിചാരിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള ഭരണീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ് വാങ്ങിയത്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ സ്റ്റോളിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. നമ്മൾ 250 റുപ്പീസിനാണ് വാങ്ങിയത്. അവർ 300 പറഞ്ഞു. പക്ഷേ കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ വെറും 200 റുപ്പീസിന് കിട്ടിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാർഗിൻ ചെയ്തിട്ട് 150ക്കൊക്കെ വാങ്ങാം കേട്ടോ. ശരിക്കും നമുക്ക് നഷ്ടമായിപ്പോയി നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ ഇത് വാങ്ങിയ കാരണം. പിന്നെ നമ്മൾ എന്താ പറയുക, ഡൈനിങ് ടേബിളിന് ഒരു ഷീറ്റ് വാങ്ങിയിട്ടോ. നല്ല ഭംഗിയുള്ള ഷീറ്റ് വാങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു ഷീറ്റ്. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം. എനിക്ക് തോന്നുന്നു ഏതൊരു ബ്രാൻഡിൻ്റെ ഐസ്ക്രീമാണ്, കറക്റ്റ് പേരറിയില്ല കേട്ടോ. വല്യമ്മ മറ്റേ എന്താ കോൺ ടോപ്പാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. വല്യമ്മയും അമ്മ പിന്നെ ഷുഗറായ കാരണം ഐസ്ക്രീം ഒന്നും കഴിക്കില്ല. അമ്മ നോക്കിയിരുന്നു കേട്ടോ. അമ്മയ്ക്ക് പിന്നെ ഞങ്ങൾ ബജ്ജൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ അച്ഛൻ പഞ്ഞിമിഠായി മേടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ ഫുഡ് ഐറ്റംസ് ഇവിടെ നിന്ന് ട്രൈ ചെയ്തു കേട്ടോ. പോപ്കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പഞ്ഞിമിഠായി മേടിച്ച് പോസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ അങ്ങോട്ട് നടന്നു. പിന്നെ കുറച്ചൊക്കെ നമ്മൾ വഴിയിൽ നിന്നൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അതിനുശേഷം നമ്മൾ കളിക്കാനുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചധികം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കണ്ണ് പോയത് ബ്രേക്ക് ഡാൻസിലോട്ടാണ്. അത് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവം. കാരണം എല്ലാ വട്ടവും വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ കയറാറുണ്ട്. അതിപ്പോൾ ഗുരുവായൂർ ഏകാദശിക്ക് വന്നാലും ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിന് വന്നാലും ഒക്കെ ഞാൻ കയറാറുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളിതാ കോളിഫ്ലവറും മുളകാ ബജ്ജിയൊക്കെ കഴിച്ചു. മുളകാ ബജ്ജി ഒന്നിനും കൊള്ളില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, മാവ് മാത്രമായിട്ടായിരുന്നു. കുറേ പേര് ആ കസാരമൊക്കെ ഇങ്ങനെ വെച്ച് പോയിട്ടുണ്ട് കഴിക്കാൻ പറ്റാണ്ട്. പിന്നെ നമ്മൾ കുറേ ഗെയിംസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോൾ എറിഞ്ഞിട്ടൊക്കെ കുറേ ഗെയിംസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അച്ഛനും ഹരിക്കുട്ടനും അഖിലേച്ചി മമ്മി എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗെയിംസൊക്കെ റിങ് ഇട്ടിട്ടൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ അച്ഛനാണ് ഗ്ലാസ് അത്യാവശ്യമൊക്കെ നിലത്ത് എറിഞ്ഞതാക്കിയിട്ടോ, ബോൾ എറിഞ്ഞിട്ട് നിലത്തിട്ടത്. പക്ഷെ ഞങ്ങളൊന്നും ഒരു ഗ്ലാസ് പോലും നീക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഞാനും ഹരിക്കുട്ടനൊന്നും. പിന്നെ ഈ റിങ് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയും അതുപോലെ തന്നെ ഞാനും അഖിലേച്ചൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും എത്ര ഇട്ടിട്ടും ശരിയാവുന്നില്ല കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, ഒന്നും ശരിയാവുന്നില്ല. പിന്നെ ഞാൻ 3 ഇട്ടിട്ട് ഞാൻ ബാക്കി അമ്മയ്ക്കും അഖിലേച്ചിക്കൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. അവർക്ക് ഇനി എന്തെങ്കിലും
പറ്റുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവർക്കും ഒന്നും കിട്ടിയില്ല. ഞങ്ങളിങ്ങനെ കളിക്കണ കാണുമ്പോൾ ഒരാൾക്ക് തീരെ സഹിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ, വാമിക്ക്. കാരണം വാമിക്ക് ഇത് കളിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, വേറെ എന്തെങ്കിലും കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മയുടെ ചെറുതായിട്ടൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. പിന്നെ അഖിലേച്ചർ നല്ല ദൂരേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാ യന്ത്രൂഞ്ഞാലൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, വഞ്ചിയൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വാമീനെ കയറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ കുഞ്ഞു കുട്ടികൾക്കുള്ള കുറച്ചധികം റൈഡ്സ് ഉണ്ട് കേട്ടോ. വലിയവർക്കുള്ള റൈഡ്സ് പിന്നെ ഉണ്ട്. എൻ്റെ കണ്ണ് കണ്ടു ഇവിടേക്ക് തന്നെയാണ് കേട്ടോ പോയത്. നല്ല രസമുള്ള ഇത് കാണാനായിട്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ട്. എനിക്ക് വഞ്ചിയിൽ കയറാനും യന്ത്രൂഞ്ഞാൽ കയറാനൊക്കെ ഭയങ്കര പേടിയാണ്, പക്ഷേ ഇതെന്തോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ വാമീനെ കുഞ്ഞു റൈഡിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു മിക്കി മൗസിൻ്റെ ഒരു ട്രെയിൻ പോലൊരു സംഭവമായിരുന്നു, അതിൽ കയറ്റി. ഇത് പിന്നെ കറണ്ടിലൊന്നല്ല കേട്ടോ, ആൾ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും അഖിലേച്ചിയും കൂടി ഇതാ ബ്രേക്ക് ഡാൻസിൽ കയറി. എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ എന്തെങ്കിലും മതി, അപ്പോൾ ഞാൻ അഖിലേച്ചിനെ പിടിച്ചിരുത്തി. അപ്പോൾ അഖിലേച്ചാണെങ്കിൽ ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കയറുന്നത്. അഖിലേച്ചിക്ക് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വിഷു വ്ളോഗ്. എന്തായാലും വിഷു ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ച് പൊളിച്ച് അങ്ങോട്ട് ആഘോഷിച്ചു കേട്ടോ. എല്ലാ വട്ടത്തെയും പോലെ ഭയങ്കര അടിപൊളിയായിരുന്നു ഇപ്രാവശ്യത്തെ വിഷുവും. പിന്നെ വിഷുവിനെ മാത്രം ഞാനൊന്ന് മിസ് ചെയ്തു. കുഴപ്പമില്ല, ഞങ്ങൾ അടുത്ത വിഷു അടിച്ച് പൊളിച്ച് ഒരുമിച്ച് ആഘോഷിക്കാൻ ഞങ്ങൾക്ക് പറ്റട്ടെ അല്ലേ. അപ്പോൾ ഈ ഒരു വിഷു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.